KSUവിന്റെ ക്യാമ്പസ് ജാഗരൺ യാത്രയിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് കൊല്ലം KSUവിൽ നടപടി. കൊല്ലം ജില്ലയിലെ 28 ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തു. രാജ്കുമാർ കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നുണ്ട്. രാജ്കുമാർ, അലോഷ്യസ് സേവ്യർ നയിച്ച യാത്രയിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് 28 പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദമായ വിവരങ്ങൾ? ഇതില് ഈ KSUക്കാർ ലഹരിയിൽ മുങ്ങിയ ഒരു സംഘടനയാണെന്ന് ശക്തമായ ആരോപണങ്ങളും തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുറ്റം, തങ്ങളുടെ മേൽ പതിച്ച കുറ്റം മാറിക്കിട്ടാൻ വേണ്ടിയാണ് ക്യാമ്പസ് ജാഗരൺ യാത്ര എന്ന നിലയിൽ KSU ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതിപ്പോൾ ഈ മലപ്പുറം കഴിഞ്ഞ് അവിടെ മുതൽ ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് ഏതാണ്ട് 100 കണക്കിന് ഭാരവാഹികളെയാണ് KSUവിന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. നിലവിൽ KSU പല സ്ഥലത്തും നിർജീവമായ അവസ്ഥയിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നിലവിലുള്ളവർ ആർക്കും ഒരു ആത്മാർത്ഥതയുമില്ല. മാത്രമല്ല, ലഹരി വിരുദ്ധ ഒരു യാത്ര സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ അണിചേരേണ്ടുന്ന ഒരു യുവത്വം, വിദ്യാർത്ഥി സമൂഹമായിപ്പെട്ട ഈ KSU നേതാക്കൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് കുറ്റകരമായ ആരോപണം. ഇതിലിപ്പോ നിലവിൽ കൊല്ലം ജില്ലയിലും ആലപ്പുഴയിലുമാണ് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മുബാസ് ഒടക്കുട്ടി എന്ന് പറയുന്ന KSUയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഇപ്പോൾ കത്ത് പുറത്തിറക്കിയിട്ടുള്ളത്, മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ആ കത്താണ് ഇപ്പൊ നമ്മൾ പുറത്തു വിട്ടതും. ഇതില് ഈ കൊല്ലം ജില്ലയിൽ മാത്രം KSUവിന്റെ 2 വൈസ് പ്രസിഡന്റുമാരും അതുപോലെ ബ്ലോക്ക് പ്രസിഡന്റുമാര്, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 28 പേർക്കാണ് നടപടി നേരിടേണ്ടി വന്നത്. അതായത് 2 ജില്ലാ വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, 13 സെക്രട്ടറിമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 28 പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നതും സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതും. കഴിഞ്ഞ 19-ാം തീയതി ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലായിരുന്നു ഈ പരിപാടി നടന്നത്. ആ പരിപാടിയിലാണ്, അതായത് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിൽ ക്യാമ്പസ് ജാഗരൺ യാത്ര എത്തിയപ്പോൾ ആ പരിപാടിയിൽ നിന്നാണ് ഇവർ പങ്കെടുക്കാത്തത് അല്ലെങ്കിൽ വിട്ടുനിന്നു എന്നുള്ള ഒരു ആക്ഷേപവും ആരോപണവും ഉയർന്നത്. ഈ പശ്ചാത്തലത്തിലായിരുന്നു ഇപ്പോൾ KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഈ നടപടി. 19-നായിരുന്നു യാത്ര കൊല്ലത്തെത്തിയത്. ഇന്നായിരുന്നു ഇതിലൊരു ഔദ്യോഗിക തീരുമാനം ഈ KSU നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഈ 28 ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം ഇന്നായിരുന്നു പുറത്തു വന്നത്. ഇത് മാർച്ച് 22-ന് അവര് തീരുമാനമെടുത്തെങ്കിലും ആ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ മാത്രമാണ്. ഇതും രഹസ്യമാക്കി വെക്കാനായിരുന്നു KSU ആദ്യം നിലപാടെടുത്തത്. പക്ഷേ അതിൽ നിന്നാണ് നമുക്കിപ്പോ ഈ വിവരങ്ങൾ നമുക്ക് കിട്ടിയതും അതിപ്പോ നമ്മൾ ഈ പ്രേക്ഷകരെ നമ്മളെ അറിയിക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും. 28 പേർ കൊല്ലം ജില്ലയിലെ, അത് ഒന്നാമത് KSU എന്ന് പറയുമ്പോൾ പ്രവർത്തകരില്ല, കൂടുതലും നേതാക്കളായിരിക്കും. ആ നേതാക്കളിലാണ് ഈ 28 പേരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഒരു ചെറിയ ഒരു നമ്പരല്ല, ചെറിയ ഒരു കാര്യമേ അല്ല. മലപ്പുറത്ത് മാത്രം 150ഓളം പേരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരം. ഇപ്പോൾ പല ജില്ലയിലും ഇതൊരു തുടർക്കഥയായി മാറിയിട്ടുണ്ട്. ഈ ഒരു യാത്രയോട് ഇപ്പോ ഈ പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നയിക്കുന്ന ഈ ഒരു യാത്രയോട്, ലഹരി വിരുദ്ധ യാത്രയോട് KSU പ്രവർത്തകർക്ക് യാതൊരു താല്പര്യമില്ല എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഇങ്ങനെ ഒരു നടപടി എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. ഇത് മറ്റുള്ള ഒരു ആരോപണങ്ങളായി നമുക്കിത് കാണേണ്ടതില്ല. നേതാക്കൾക്കെതിരെ തുടർച്ചയായി ഇങ്ങനെ എല്ലാ ജില്ലയിലും നടപടി എടുക്കുമ്പോൾ അത് എത്രമാത്രമാണ് വിദ്യാർത്ഥികളിൽപ്പെട്ട ഈ KSU നേതാക്കൾ ഇതിനെ സീരിയസ് ആയി കാണുന്നു. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ്, മറ്റ് SFI, DYFI അങ്ങനെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ വളരെ ആത്മാർത്ഥമായി താഴെത്തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് അതിനെതിരെ, ലഹരിക്കെതിരായ പോരാട്ടം ഒരു ഭാഗത്ത് നടത്തുന്നു, സമൂഹമാകെ ഒന്നായി നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതിനൊപ്പം കൂടേണ്ടുന്ന KSU, പക്ഷേ അതിന്റെ ഒരു നേതാവ് നയിക്കുമ്പോൾ അതിലെ ഭാരവാഹികൾ, ജില്ലയിലെ ഭാരവാഹികൾ അതുമായി സഹകരിക്കുന്നില്ലെന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് ഇവർക്ക് സമൂഹത്തോട് നൽകാനുള്ളതെന്നാണ് ഉയരുന്ന ചോദ്യം. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നയിച്ച ലഹരി വിരുദ്ധ യാത്രയിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് 28 KSU ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.